ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഉൽപ്പത്തി 1:26 ദൈവം നമ്മെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ള സൃഷ്ടികൾ അങ്ങനെയല്ല. മനുഷ്യന് ചിരിക്കാൻ കഴിയും, മറ്റൊരു സൃഷ്ടിക്കും ചിരിക്കാൻ കഴിയുന്നതായി കാണുന്നില്ല, കേട്ടിട്ടുമില്ല. അതിനാൽ മനുഷ്യൻ്റെ ഈ കഴിവ് ദൈവത്തിൻ്റേതു തന്നെ. ദൈവം ചിരിക്കുന്നതായി ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സങ്കീർത്തനം 2:4, സങ്കീർത്തനം 37:13, 59:8, സദൃശവാക്യങ്ങൾ 1:26 എന്നീ വചനഭാഗങ്ങളിൽ ദൈവം ചിരിക്കുന്നതായി പറയുന്നു. സങ്കീർത്തനം 2:4 ശ്രദ്ധിക്കൂ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ഇവിടെ ദൈവം ചിരിക്കുന്നു, കാരണം ദൈവം സ്വർഗത്തിൽ തൻ്റെ മഹത്വമുള്ള സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. അത് ഭൂമിയിലെ സിംഹാസനമല്ല, എല്ലാ സൃഷ്ടികളുടെയും മേൽ അധികാരമുള്ള സ്വർഗീയ സിംഹാസനമാണ്. ദൈവത്തിൻ്റെ ഈ ചിരി നീതിയെ സ്നേഹിക്കുന്നവർക്ക് ആശ്വാസമാണ്. അത് വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും ചിരിയാണ്. ദൈവത്തിനും ദൈവത്തിൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ അധിപതികൾ ആലോചിക്കുന്നത് കാണുമ്പോഴാണ് ദൈവം ചിരിക്കുന്നത്. പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ ദൈവം ചിരിക്കുക മാത്രമല്ല, അതിന് തക്കതായ പ്രവൃത്തി കൂടി ചെയ്യുന്നതായി കാണാം. സങ്കീർത്തനം 37:13 കേൾക്കൂ. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. ദൈവം ദുഷ്ടന്മാരെയാണ് നോക്കി ചിരിക്കുന്നത്, കാരണം അവർ അങ്ങനെ ദുഷ്പ്രവർത്തികളിൽ മുന്നേറുകയാണ്, മുൻപും പിൻപും ഒന്നും നോക്കാതെ. പക്ഷെ ദൈവം അവരുടെ വരുവാനിരിക്കുന്ന ദിവസത്തെ കാണുകയും ചിരിക്കുകയും ചെയ്യുന്നു. ഈ ദുഷ്പ്രവർത്തികൾക്കായി ന്യായത്തിൻ്റെയും നീതിയുടെയും ഒരു ദിനത്തെ കാണുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് ചിരി വരുന്നത്. തിന്മയ്ക്ക് ഒരു തീർപ്പുണ്ടല്ലോ എന്നോർത്തിട്ടാണ് ആ ചിരി. ന്യായവിധി വൈകിയാലും അത് വരിക തന്നെ ചെയ്യുമെന്നാണ് ആ ചിരിയുടെ അർത്ഥം. നാം ദുഷ്ടന്മാരോടും അവരുടെ പ്രവർത്തനങ്ങളിലും ഒന്നും അസൂയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വെറുതെയായി ദൈവം കണക്കാക്കുന്നു. അതായത് അവൻ്റെ ദിവസം നാശത്തിൻ്റെയോ അട്ടിമറിയുടെയോ ദിവസമായിരിക്കും. അതിൽ ആത്യന്തികമായി വിജയിക്കാൻ അവനാകില്ല എന്ന് ദൈവം കാണുന്നു. സങ്കീർത്തനങ്ങൾ 50:8 പറയുന്നു, എന്നാൽ കർത്താവേ, നീ അവരെ നോക്കി ചിരിക്കും, നീ സകല ജാതികളെയും പരിഹസിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ പരാജയപ്പെടുത്താനുള്ള മനുഷ്യൻ്റെയും രാജ്യങ്ങളുടെയും പദ്ധതികളുടെ നിരർത്ഥതയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ചിരി എല്ലാ കാര്യങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തെയും പരമാധികാരത്തെയും വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഇറങ്ങിത്തിരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു പ്രത്യാശയുടെ വാക്കാണ് 59-ാം സങ്കീർത്തനം 8-ാം വാക്യം നമുക്ക് നൽകുന്നത്. ദുഷ്ടന്മാരുടെ പദ്ധതികൾക്കെതിരായി ആത്യന്തിക വിജയം ദൈവത്തിൻ്റേതാണെന്ന് ദൈവം ഉറപ്പു നൽകുന്നു. സദൃശവാക്യങ്ങൾ 1:25-26 കേൾക്കൂ. നിങ്ങൾ എൻ്റെ ആലോചന എല്ലാം ത്യജിച്ചു കളയും, എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. മനുഷ്യൻ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ആലോചന ത്യജിക്കുന്നു, ശാസനയെ അനുസരിക്കുന്നില്ല. അതിൻ്റെ പ്രത്യാഘാതമാണ് ചിരിയും പരിഹാസവും. അത് യഥാർത്ഥത്തിലുള്ള ചിരിയും പരിഹാസവും ഒന്നുമല്ല, ദൈവിക നീതിയുടെ ഒരടയാളമാണ് സഹോദരങ്ങളെ അത്. ഈ വചനങ്ങളിൽ നിന്നുമെല്ലാം ദൈവിക പദ്ധതിക്കെതിരായ മനുഷ്യൻ്റെ പദ്ധതിക്ക് വരുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സർവജ്ഞാനിയായ ദൈവത്തെ എതിർത്താൽ ശാശ്വതമായ ഒരു നിലനിൽപ്പ് നമുക്കുണ്ടാകില്ല. നീതി നടപ്പാക്കുന്നതിനാലുള്ള ഒരടയാളമായിട്ടാണ് ദൈവത്തിൻ്റെ ആ ചിരിയെ നാം കാണേണ്ടത്. ആരുടെയും അനർത്ഥത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല. എസെക്കിയേൽ 18:32 കേൾക്കൂ. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. നമ്മുടെ ഒരു മാനസാന്തരമാണ് പിതാവായ ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.